നമസ്കാരം. സ്ഥലനാമ കൗതുകത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു ജില്ലയുടെ പേരിനെ സംബന്ധിച്ചാണ്. 1982 നവംബർ 1 കേരളത്തിൽ രൂപപ്പെട്ട ഒരു പുതിയ ജില്ലയുടെ പേരാണ് ചർച്ച ചെയ്യുന്നത്. ആ ജില്ലയുടെ പേര് പത്തനംതിട്ട എന്നാണ്. ഈ പത്തനംതിട്ട ജില്ല രൂപീകരിക്കുന്നതിന് വേണ്ടി അഹോരാത്രം പാടുപെടുകയെന്നതിൻ്റെ രാഷ്ട്രീയമായി ഒരുപാട് ചർച്ചകളും രാഷ്ട്രീയമായ നിലപാടുകളുമൊക്കെ സ്വീകരിച്ച ഒരാളുണ്ട്, ഒരു KK നായർ. അദ്ദേഹത്തിനെ കൂടി നമ്മൾ ഈ പത്തനംതിട്ട ജില്ലയുടെ കാര്യം പറയുമ്പോൾ ഓർക്കേണ്ടതുണ്ട്. 1982 നവംബർ 1 ജില്ല രൂപീകരിക്കുന്നത്. ഇത് ഏതാണ്ട് തമിഴ് ജനവിഭാഗത്തിൻ്റെ ഒരു അവരുടെ സംസ്കാരവും മലയാള സംസ്കാരവും കൂടെ ചേർന്ന ഒരു സമ്മിശ്ര സംസ്കാരം പത്തനംതിട്ടയിലാകെ നമുക്ക് കാണാൻ കഴിയും. തമിഴ് സമൂഹങ്ങൾ, പല വിഭാഗത്തിൽപ്പെട്ട തമിഴ് സമൂഹങ്ങൾ പല സ്ഥലങ്ങളിൽ അവിടെയായി അവരുടെ സെറ്റിൽമെൻറ്റുകളും അവരുടെ ആരാധനാലയങ്ങളും അവരുടെ ശവപ്പറമ്പുകളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ തമിഴ്നാടുമായി വളരെ അടുത്ത് സാംസ്കാരിക ബന്ധവും വ്യാപാര ബന്ധവും പുലർത്തിയിരുന്ന ഒരു പ്രദേശമാണ് പത്തനംതിട്ട. റാന്നി, കോന്നി തുടങ്ങിയ ഭാഗങ്ങളിലൂടെയാണ് തമിഴ്നാട്ടുകാർ ഇങ്ങോട്ട് വന്നത് എന്നും ശബരിമല അയ്യപ്പനുമായി ബന്ധപ്പെടുത്തിയുള്ള വരവും പോക്കുമൊക്കെ പലപ്പോഴും പത്തനംതിട്ടയുടെ കാര്യം വരുമ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പത്തനംതിട്ടയുടെ സ്ഥലനാമത്തെക്കുറിച്ചാണ് നമ്മുടെ ചർച്ച. പത്തനംതിട്ട ഈ ജില്ലയുടെ പേര് പോലെ തന്നെ ഈ സ്ഥലവും ആ ജില്ലയുടെ തലസ്ഥാനമാണ് പത്തനംതിട്ട. തിട്ട നമുക്കറിയാം. തിട്ട എന്ന് പറഞ്ഞാൽ സാമാന്യം ഉയർന്നാണ്, അതായത് കുന്നല്ലതാനും കുന്നുമല്ല നിരപ്പുമല്ലാത്ത പ്രദേശങ്ങളാണ് നമ്മൾ അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് നമ്മൾ തിട്ട എന്ന് പറയാറ്. ഈ തിട്ടയിൽ അപ്പോൾ പൊതുവേ പത്തനംതിട്ട അല്പം ഉയർന്ന സ്ഥലമാണ്, എന്നാൽ അത് കുന്നല്ലതാനും. അപ്പോൾ ആ തിട്ട പ്രദേശമാണ് അതിൻ്റെ ഭൂപ്രകൃതി നമുക്കത്. പിന്നെ നമുക്കറിയേണ്ടത് പത്തനമാണ്. പത്തനാപുരം അടുത്തുണ്ട്, പത്തനംതിട്ടയുണ്ട്. എന്താണ് ഈ പത്തനം? പത്തനത്തിനെ കുറിച്ച് നമ്മൾ പണ്ടൊരിക്കൽ ചർച്ച ചെയ്തതാണ്. ഈ പഴയ രേഖകളിലൊക്കെ പത്തനത്തിന് പകരം നമുക്ക് പ്രയോഗിക്കപ്പെടുന്ന പദം പട്ടിനം എന്നാണ്. ഈ പ്രാചീന രേഖകളിൽ പട്ടിനം എന്നുപയോഗിച്ചതാണ് പിൽക്കാലത്ത് പട്ടണമായി മാറിയത്. പട്ടണത്തിൻ്റെ മറ്റൊരു രൂപാന്തരമാണ് പത്തനം. അപ്പോൾ ഈ പട്ടിനം എങ്ങനെയാണ് രൂപപ്പെട്ടത്? അപ്പോൾ നമ്മൾ ഒരു ഉദാഹരണം, ഈ പട്ടി എന്ന പദത്തിൽ നിന്നാണ് പട്ടിനം ഉണ്ടായത്. എന്താണ് പട്ടി? പട്ടി എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ ഈ തെക്കോട്ടൊക്കെ നമ്മൾ പറയുമ്പോൾ തൃശ്ശൂരിനിപ്പുറം പട്ടി എന്ന് പറഞ്ഞാൽ നായ് എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ തൃശ്ശൂരിലും അതിൻ്റെ അർത്ഥ വ്യത്യാസമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ അവിടെ പെൺ നായ്ക്കാണ് പട്ടി എന്ന് പറയുക, ആണിന് നായ എന്നും പറയും. അങ്ങനെ അവിടെ നായും പട്ടിയും രണ്ടാണ്. നമ്മുടെ തെക്കൻ കേരളത്തിലെ പേപ്പട്ടി ഓടി മലബാറിൽ ചെല്ലുമ്പോൾ അത് ഭ്രാന്തൻ നായായി മാറും. അങ്ങനെ ഈ പട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പദപ്രയോഗങ്ങൾ ഓരോ ദേശത്തിനനുസരിച്ച് മാറിയും മറിഞ്ഞുമൊക്കെ വരാറുണ്ട്. എന്നാൽ പട്ടി നമ്മൾ തമിഴ്നാട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ സംഗതി പറഞ്ഞു പട്ടി, വീരം പട്ടി, ഉശിലം പട്ടി തുടങ്ങിയ ഒരുപാട് പട്ടികൾ നമുക്കവിടെയുണ്ട്. കേരളത്തിൽ മോശമല്ല, കേരളത്തിൽ പട്ടിക്കാൻതൊടി, പട്ടിക്കാട് തുടങ്ങിയ സ്ഥലങ്ങളുമുണ്ട്. അപ്പോൾ എന്താണ് പട്ടി എന്ന് നമ്മളറിയാം. പട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ തമിഴിൽ അതിൻ്റെ അർത്ഥം സ്മാൾ വില്ലേജ് എന്നാണ്, ചെറിയ ഗ്രാമം എന്നാണ്. ഈ ചെറിയ ഗ്രാമം അതിൻ്റെ ഇനം എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ ഇനം എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗം എന്നുള്ള അർത്ഥത്തിലാണ്. പക്ഷേ ഇനത്തിന് മറ്റൊരർത്ഥമുണ്ട്, കൂട്ടം. പട്ടികളുടെ കൂട്ടം, പട്ടിനം, ഗ്രാമങ്ങളുടെ കൂട്ടം, അതാണ് പട്ടിനം. പട്ടിനം എന്ന് പറഞ്ഞാൽ ചെറിയ നഗരം എന്നുള്ള അർത്ഥം നമുക്ക് ഇവിടെ ലഭിക്കുക. പട്ടികളുടെ ഗ്രാമങ്ങൾ, പല ഗ്രാമങ്ങൾ ഒന്നിച്ചു നിൽക്കുന്ന സ്ഥലമാണ് പട്ടിനം അഥവാ പട്ടണം. പട്ടിനം പിന്നെ പട്ടണമായി,
പട്ടണം പത്തനമായി മാറി. അപ്പോൾ ഉയർന്ന സ്ഥലത്തുള്ള തിട്ടപ്രദേശത്തുള്ള പട്ടണമാണ് പത്തനമായി മാറിയത്. അങ്ങനെ പട്ടിണം, പട്ടണം, പത്തനം, പിന്നെ തിട്ട, അങ്ങനെ പത്തനംതിട്ടയായി അത് രൂപാന്തരപ്പെടുകയായിരുന്നു. അതിനടുത്ത സ്ഥലമാണ് പത്തനാപുരം. പുരം നമുക്കറിയാം, അത് ഈ ദ്രാവിഡ പദമല്ല, അത് പിന്നെ വടക്കേ ഇന്ത്യൻ ഭാഷയിൽ നിന്ന് സംസ്കൃതത്തിൽ നിന്നോ സംസ്കൃതത്തിൻ്റെ ഇതര ഭാഷ പിന്നെ പ്രാകൃതത്തിൽ നിന്നോ കുടിയേറിയതാണ് പുരം, പുരി തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ. അങ്ങനെ പത്തനത്തിനോടൊപ്പം മറ്റൊരു പുരം കൂടെ ചേർത്ത് പത്തനാപുരം എന്നൊരു സ്ഥലവും പത്തനംതിട്ടയ്ക്ക് അടുത്ത് ഉണ്ട് എന്നുകൂടി നമ്മൾ അറിയേണ്ട. അപ്പോൾ പത്തനംതിട്ട എന്ന് പറയുന്നത് പട്ടണം തന്നെയാണ്, ഉയർന്ന പട്ടണം അല്ലെങ്കിൽ തിട്ടപ്രദേശത്തുള്ളൊരു പട്ടണം എന്നുള്ള നിലയ്ക്കാണ് പത്തനംതിട്ടയായി മാറിയത്. പ്രാചീന കാലത്ത് ജനസംഖ്യ കുറവായിരുന്നൊരു കാലത്ത് പത്തനംതിട്ട ഇന്ന് നമ്മൾ കാണുന്ന വിശാലമായ പ്രദേശമായിരിക്കില്ല, വളരെ ചുരുങ്ങിയ ഒരു ചെറിയ പ്രദേശം, ഉയർന്ന ഭാഗത്തുള്ള 2-3 ഗ്രാമങ്ങൾ ചേർന്ന ഒരു പ്രദേശത്തിനാണ് പത്തനംതിട്ട എന്ന് പേര് വന്നതും അത് പിന്നെ ജില്ലയായി മാറി. ആ ജില്ലയുടെ തലസ്ഥാനമായി ഈ തിട്ട മാറി. അതിനുശേഷം ജനസംഖ്യ പെരുത്തു, പട്ടണം വിസ്തൃതമായി. അങ്ങനെയാണ് നമ്മൾ ഇന്ന് കാണുന്ന അതിവിസ്തൃതമായ പത്തനംതിട്ട രൂപം കൊണ്ടത്. നന്ദി, നമസ്കാരം.